Hello my dear homies and friends, welcome back to channel Nanjina. അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമറമാൻ ഇല്ലാതെ നമ്മുടെ ഷൈല ഇല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഒരു വ്ലോഗ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ ഐക്യ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടായിരിക്കും. ഇത് ആക്ച്വലി നമ്മുടെ വേൾഡിലെ ലാർജസ്റ്റ് റീറ്റെയിലർ ആയിട്ടുള്ള ഒരു ഇതാണ് ഐക്യ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരും ഹൈദരാബാദിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടാലോ. സോ ലെറ്റ്സ് ഗോ. ഞങ്ങൾ നാഗസാന്ദ്രയിലെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് തന്നെ ഇറങ്ങി ഒരു നടക്കാവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെ ഇറങ്ങി ഞങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ എൻട്രൻസിലോട്ട് നടന്നായി. ഇവിടുന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു കാർ പാർക്കിംഗ് കാണുന്നല്ലേ. കാർ പാർക്കിംഗ് ആണ്. ഇതിൻ്റെ ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്, മെറിൻ. ഓക്കെ, മെറിനാണ് ഇപ്പോഴത്തെ എൻ്റെ ക്യാമറമാൻ, ക്യാമറ വുമൻ. അപ്പോൾ ഇവിടുന്ന് എന്ത് ദൈവമേ, ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറാം. ഞങ്ങളങ്ങനെ എസ്കലേറ്റർ കയറി മേളിൽ വന്ന് ഡയറക്റ്റ് കാണുന്ന ഒരു സീനാണ്. കൊള്ളാം. ഇവിടെ നേരെ ഇതെന്തോ ബെഡ്റൂമിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇതൊരു ഫർണിച്ചറിൻ്റെ ഒരു സ്ഥലമാണ്. ഹോം ഫർണിഷിംഗ് എന്നാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹെഡ്ലൈൻ തന്നെ. ഞങ്ങൾ നേരെ പോയി നോക്കിയപ്പോഴത്തേക്ക് കുറേ കുട്ടികൾ കളിക്കുന്ന കണ്ടു, ചാടുന്നൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴാണ് സ്മാലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാർക്ക് കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയ ആയിരുന്നു സ്മാലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ എസ്കലേറ്റർ കയറി മേളോട്ടുള്ള പോകാനിൽ നിൽക്കുമ്പോഴാണ് കാണുന്നത്, ഓ മൈ ഗാഡ്, കുറേ ഫർണിച്ചേഴ്സ്. ആക്ച്വലി ഐക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഫർണിഷിംഗ് സ്റ്റോറാണ്. സ്വീഡൻ ബേസ്ഡ് ആണ് ഇവിടെ ഈ ഒരു സ്റ്റോർ വരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയി നോക്കിയപ്പോഴത്തേക്ക് ആദ്യമേ കണ്ടത് ലൈറ്റ് വെക്കുന്ന ഒരു സ്റ്റാൻഡ്, ഒരു ഹോൾഡർ പോലത്തെ, പിന്നെ കുറേ ക്യാൻഡിൽ ഹോൾഡർ, പിന്നെ നമ്മുടെ ചെടിയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ചെടിയും അതിൻ്റെ പോട്ടും. അത് ചെടി എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ചെടി കേട്ടോ, ഒറിജിനൽ അല്ല, അത് വരുന്നേ ഉള്ളൂ. അപ്പം പ്ലാസ്റ്റിക് ചെടി അതും ഫുൾ സെറ്റായിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നവർക്ക് അങ്ങനെയുണ്ട്, സെറ്റായിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയപ്പോഴത്തേക്ക് കണ്ടത് കുറേ ടേബിളും ചെയേഴ്സും നല്ല നീളത്തിലുള്ള നമ്മുടെ ഓഫീസ് സ്പേസിലൊക്കെ ഇരിക്കുന്ന ടൈപ്പിൽ കുറേ ടേബിളും ചെയേഴ്സ് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വിൽക്കാനായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഞങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോയി നോക്കിയപ്പോഴാണ്, ഓ മാൻ, അതല്ലല്ലോ, ഇത് ആക്ച്വലി ഫുഡ് കോർട്ടിലോട്ടുള്ള വഴിയാണ്. അപ്പോൾ ഫുഡ് കോർട്ടിലോട്ട് നമ്മൾക്ക് ഫുഡൊക്കെ കഴിക്കുന്ന സെൽഫ് സർവീസാണ്. അപ്പോൾ ഫുഡൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വന്നിരുന്ന് കഴിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അത്. അതിനെയാണ് തെറ്റിദ്ധരിച്ചത്. അപ്പോൾ തെറ്റിദ്ധാരണയെല്ലാം മാറ്റി കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു ഉച്ചയായി, നമ്മൾ പോയി ഒന്ന് കഴിച്ചാലോ. അങ്ങനെ ഞങ്ങൾ സ്വീഡിഷ് റെസ്റ്റോറൻറ്റിലേക്ക് നോക്കി ഞങ്ങൾ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കോ നോക്കിക്കേ, നിറച്ചും ക്യൂ, ആൾക്കാർ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളും കയറി നിന്നു, ഒരു കുറവുള്ള ക്യൂവിൽ കയറി നിന്നപ്പോഴത്തേക്ക് കുറേ ട്രോളീസാണ് ആൾക്കാർ കൊണ്ടുവന്നുണ്ട്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ട്രോളി എടുത്തിട്ട് പോകണം, ബില്ല് എവിടെ പേ ചെയ്യേണ്ടത്, അങ്ങനെയൊന്നും കാര്യങ്ങൾ അറിയുന്നില്ല. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങളും എടുത്തു ഒരു ട്രോളി 3 ട്രേസും. അപ്പം നോക്കിയപ്പം ഹോട്ട് ബിവറേജസ്, കോൾഡ് ബിവറേജസ്. അപ്പം ഞങ്ങൾ ഹോട്ട് ബിവറേജസ് മാറ്റി വെച്ചിട്ട് കോൾഡിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് എടുത്തത്. കുറേ സ്വീഡിഷ് വിഭവങ്ങൾ ഞങ്ങളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ റൈസും ഉണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് ബിവറേജസിൽ ആക്ച്വലി 80 rupees കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീഫിൽ ചെയ്യാം. അപ്പോൾ റീഫിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങളും ഫുൾ വയറ് നിറച്ച് കഴിച്ചിട്ട് മുന്നോട്ട് പോയി. കുറേ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഇനിയുള്ള ഫർണിച്ചേഴ്സ് എങ്ങനെയൊക്കെയാണ് ഐക്യയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുള്ളതായിരുന്നു. ഞങ്ങൾ ആദ്യമേ പോയത് ആക്ച്വലി കുറേ നമ്മൾക്ക് വീടുകൾക്ക് വേണ്ട രീതിയിലൊരു ബേസിക്കായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അതാണ് കാണാൻ വന്നത്. ഇത് കിച്ചണാണ്. കിച്ചൺ സെറ്റപ്പാണ് ഇപ്പോൾ ആദ്യമേ കാണുന്നത്. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരെ കണ്ടത് ഒരു ലിവിങ് റൂം സെറ്റപ്പായിരുന്നു.
ലിവിങ് റൂം എന്ന് പറയുമ്പോൾ നമുക്ക് സോഫയും ടീപ്പോയും ടി വിയും അങ്ങനെ വേണ്ടിയ ചെയേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മുടെ ടീപ്പോയിലൊക്കെ ഫ്ലവർ പോട്ട്സ് വെച്ച് ലിവിങ് റൂമിൽ തന്നെ ഷെൽഫും ഉണ്ടായിരുന്നു. ആ ഒരു സെറ്റപ്പും ലൈറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ലിവിങ് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഈ ഒരു ലൈറ്റ് എഫക്റ്റാണ് ഞാൻ കണ്ടത്. ഈ ഒരു ലൈറ്റ് വാം ലൈറ്റ്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള ചെയർ. പിന്നീട് ഞാൻ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഓരോ റൂമിൻ്റെ അറേഞ്ച്മെൻറ്റ്സിനും ഓരോ ഇപ്പോൾ ഫ്രെയിംസ് ആണെങ്കിലും ഓരോ സാധനത്തിനും സെപ്പറേറ്റ് ടാഗ്സ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് കിട്ടും. ഇത് നമ്മളിപ്പോൾ കാണുന്നത് കുഷൻ കവറുകളാണ്, കുഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കവേഴ്സ്. അപ്പോൾ അതും കണ്ടിട്ട് ഞാൻ നേരെ പോയപ്പോഴത്തേക്ക് നമ്മുടെ വീടുകളിൽ ഡെക്കറേഷൻ ചെയ്യുമല്ലോ നമ്മുടെ വീടുകളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പോട്ട് പോലത്തെ സാധനവും പിന്നെ പൂവും. ഇത് പ്ലാസ്റ്റിക് ആട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനും കിട്ടും, ഒന്നിച്ച് വാങ്ങാനും കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഒരു ക്യാമറ ഒന്ന് തിരിച്ചപ്പോഴത്തേക്കാണ് ഫുള്ളായിട്ട് ഒരു സംഭവം കാണുന്നത്. ഓ മൈ ഗാഡ്, നമ്മൾ ഈ അറേഞ്ച്മെൻറ്റ്സ് ഒന്നിച്ചല്ലേ കണ്ടത്. ഇപ്പം നമ്മൾ കാണുന്നത് സെപ്പറേറ്റ് ആയിട്ട്. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഇവിടുന്ന് സോഫ കാണലായിരുന്നു. സോഫാസ് ആക്ച്വലി ഇത് 2 സീറ്ററും ഉണ്ട്, ഇവിടെ 3 സീറ്റേഴ്സും ഉണ്ട്. പല ടൈപ്പിലെ ഉണ്ട്, പല കളേഴ്സിലെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഓരോന്നിനും ഓരോ റേറ്റുകളായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ പോയി നോക്കിയും ഒരു വലിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട്, വെറൈറ്റി കളക്ഷൻസ് ആയിരുന്നു ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നടന്ന് വരുന്നവർക്ക് ഇരിക്കാൻ ഒരു വിശ്രമ സ്ഥലം കൂടെ എന്ന് പറയാം. കാരണം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് നമ്മുടെ വിസിറ്റ് ചെയ്യാൻ വന്നവരും ഉണ്ട്, വാങ്ങാൻ വന്നവരും ഉണ്ട്. പിന്നെ ഞങ്ങൾ കണ്ടത് സിംഗിൾ സീറ്റ് സോഫാസാണ്. സോഫ കണ്ടപ്പോഴേ ഓടി വന്ന് മെറിൻ വന്നിരുന്നു. പിന്നെ ഞാൻ ഇരിക്കാതെ നമുക്ക് ഷോർട്സ് എടുക്കാമെന്ന് പറഞ്ഞ് കുറേ സിംഗിൾ സീറ്റായി സോഫാസൊക്കെ ചെയർസൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ പോയപ്പോഴത്തേക്ക് കണ്ടത് കുറേ ടീപ്പോസിൻ്റെ സെക്ഷൻസ് ആയിരുന്നു. അത് ആക്ച്വലി പല സൈസിലേ ഉണ്ട്. ടീപ്പോട് കൂട്ടത്തിൽ തന്നെ ഇരിക്കാനുള്ള ചെറിയ ചെയർസും അവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പല കളറിലേ ഉണ്ട്, പല സൈസിലേ ഉണ്ട്. ഗ്ലാസ് മാത്രമല്ല വുഡൻ ടച്ചിലുള്ള ടീപ്പോസും ഞാൻ അവിടെ കണ്ടു. പിന്നെ എല്ലാത്തിനും നമ്മൾ ഓരോ ഷേപ്പ് വെച്ചിട്ട് കേട്ടോ അവരുണ്ടാക്കിയേക്കുന്നത്. പല ഷേപ്പിലുള്ള വെറൈറ്റീസും ഉണ്ട്. നമ്മൾ കോഫി ടേബിൾ പോലത്തെ അതും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നടന്നപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന നമ്മൾ തൂക്കിയിടുന്ന ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് പ്ലാന്റ്സ് ഉണ്ടല്ലോ, അത് ഒറിജിനൽസാണ് നമ്മൾ എൻ്റെ വീട്ടിലൊക്കെ വെക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു. അത് നല്ല നല്ല കളറോട് കൂടിയുള്ളതായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നടന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കി ഇതെന്താ സംഭവം, എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ഇത് ഹെഡിങ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് TV ബെഞ്ചസാണ്. TV വെക്കുന്ന അടുത്തൊക്കെ നമ്മൾ താഴെ ഒരു ചെറിയ ബെഞ്ച് പോലെ വെക്കുമല്ലോ, ആ ഒരു സാധനമായിരുന്നു. അപ്പോൾ അത് കണ്ട് ജസ്റ്റ് ഒന്ന് മറിഞ്ഞപ്പോഴത്തേക്ക് നോക്കിക്കേ, എനിക്ക് അറിയത്ത് പോലുമില്ല ഇതെന്താ സാധനമൊന്നും. പിന്നെ നോക്കിയപ്പോഴാണ് നമ്മുടെ വീടുകളിലൊക്കെ വെക്കാവുന്ന ചെറിയ ചെറിയ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്ന കുറേ ഡപ്പകളുണ്ട്. ആ പ്ലാസ്റ്റിക് ഡപ്പകളും പിന്നെ അതിനെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഷെൽഫിലൊക്കെ വെക്കാവുന്ന കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളാണ് ഈ ഒരു സംഭവം നമ്മളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയപ്പോഴത്തേക്ക് കണ്ടത് ഞാൻ ഷെൽഫെന്ന് പറഞ്ഞില്ലേ, ആദ്യമേ ഒരു ഹിൻഡ് കിട്ടിയില്ലേ ഷെൽഫിനകത്ത് സാധനങ്ങൾ വെക്കുന്നത്. അപ്പോൾ ആ ഷെൽഫിൻ്റെ ഒരു വെറൈറ്റീസാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. ചെറിയ ഷെൽഫുകളുണ്ട്, വലിയ ഷെൽഫുകളുണ്ട്. ഇതിനെയൊക്കെ ക്യാബിനറ്റ്സ് എന്നാട്ടോ പേര് പറയുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഷെൽഫുകളൊക്കെ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മുടെ പഴയ വീടുകളിലൊക്കെ കണ്ടിട്ടില്ലേ ഒരു മീൻ ഷെൽഫ് പോലത്തെ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ. ഇതും പല സൈസിലും ഉണ്ട്, ഷേപ്പിലും ഉണ്ട്. പിന്നെ ഓരോന്നിനും ഓരോ റേറ്റുകളുമായിരുന്നു. അത് കണ്ട് ഞാൻ നേരെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കണ്ടത് ലിവിങ് റൂമിലെ ഓരോ സെറ്റപ്പുകളല്ലേ. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഡൈനിങ് ഹാളിലാണ്. ഞാൻ ആദ്യമേ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഡൈനിങ് ഹാൾ ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു എനിക്ക് കളറിൻ്റെ ആയിരിക്കാം, വാം ലൈറ്റ് ഫുള്ളായിട്ട് എല്ലായിടത്തും കവർ ചെയ്യുന്നുണ്ട്. ആ ഡൈനിങ് ഹാളിൽ തന്നെ കുറേ റാക്കുകൾ, അതിൽ ഓരോ പാത്രങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നു. അതിനെല്ലാം സെപ്പറേറ്റ് പ്രൈസ് ടാഗുകൾ കേട്ടോ. എന്നിട്ട് ആ ടേബിളിനകത്ത് തന്നെ ഓരോ ചെയർസിൻ്റെ അവിടെയും ഓരോ നമുക്ക് സെർവ് ചെയ്യുന്ന സ്പൂൺസും ഇതൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കണ്ടത് ലോണ്ട്രി ഏരിയയിൽ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പോയപ്പോഴത്തേക്ക് കണ്ടത് ഇനി സെപ്പറേറ്റ് ആയിട്ടുള്ള ടേബിളും ചെയർസും.
ഐക്യയിൽ വന്നു കഴിഞ്ഞ് നമ്മൾ കണ്ട പോലെ തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് സെറ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് ഒരു ചെറിയ ടേബിള് അതിൽ കൂടെ തന്നെ രണ്ട് കസേര വെച്ചിട്ട് അങ്ങനെ ഉള്ളതുകൊണ്ട് അത് കൂടുതലുള്ള ചെയേഴ്സ് ഉള്ള സെറ്റും ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വീണ്ടും ഒരു പോട്ടും ഒരു ഫ്ലവറും ഉള്ളത് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഒരു കിച്ചൺ സെറ്റപ്പിലോട്ടാണ് വന്നേക്കുന്നത്. ഇതൊരു കിച്ചണാണ്. ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല അത് കിച്ചണാണ്, ഈ ടേബിളും ചെയർസൊക്കെ കണ്ടപ്പോൾ. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് ചിമ്മിനിയും നമ്മുടെ ഗ്യാസിൻ്റെ ഓവൻ്റെ ഒക്കെ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഫുള്ളി ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ചെറിയ കിച്ചൺ ഏരിയ ആണ്. എന്നിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ക്ലോക്ക്, പിന്നെ ഒരു ഷെൽഫ്. അത് കഴിഞ്ഞാൽ ഇത് ഒന്ന് മാത്രമല്ല കേട്ടോ, ഞാൻ ഒന്നിൽ കൂടുതൽ കിച്ചൺ ഒരു സെറ്റപ്പാണ് കണ്ടത്. ഓരോ കിച്ചണിനകത്തും ആൾക്കാരുണ്ടായിരുന്നു, ഫാമിലീസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് വേണ്ടിയ രീതിയിൽ ഇന്നതൊക്കെ രീതിയിൽ വേണമെന്നുള്ള പ്ലാൻ ചെയ്യുന്നതൊക്കെയാണ് ഞാൻ കണ്ടത്. കിച്ചണിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ വന്നത് ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂമിൽ ആക്ച്വലി നമ്മൾ ഫാമിലീസ് കിഡ്സ് ഉൾപ്പെടെയാണ് വരുന്നത്. അപ്പം പിള്ളേരൊക്കെ ബെഡിന്മേൽ കയറി മറിഞ്ഞ് ആ ബെഡിൻ്റെ ഇനീഷ്യലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും മാറിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു ഗ്ലിംസ് പോലെ ഒരു വീഡിയോ എടുത്തിട്ടാണ് ഞാൻ നെക്സ്റ്റിലോട്ട് പോയത്. ബെഡ്റൂം കണ്ടു കഴിഞ്ഞ് ഞാൻ ഇറങ്ങി നെക്സ്റ്റ് ക്യാബിനിലോട്ട് ചെന്ന് കണ്ടത് ഒരു ഓഫീസ് സെറ്റപ്പ്. നമ്മുടെ വീടുകളിൽ ഓഫീസ് റൂമുകൾ വേണമല്ലേ ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ ആ ഒരു ഓഫീസ് സെറ്റപ്പ് എങ്ങനെ ചെയ്യാം, എങ്ങനെ വെക്കാം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു ഞാനിപ്പോൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് നമ്മുടെ ഓഫീസ് സെറ്റപ്പ് വെക്കുമ്പോൾ തന്നെ നമുക്ക് ടേബിൾസ് വേണം, ചെയേഴ്സ് വേണം, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ചെറിയ ചെറിയ ഷെൽഫുകൾ വേണം. അപ്പോൾ ആ ഒരു സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടാണ് നെക്സ്റ്റ് സെഷനിൽ ഞാൻ കണ്ടത്. ഈ ടേബിൾസിന് ഒരു ചെറിയൊരു വ്യത്യാസം കണ്ടത് എന്താണെന്നറിയാമോ? വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടേബിൾസിൽ തന്നെ നീളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചിലതുണ്ട്. അതിനെനിക്ക് തോന്നുന്നു കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു, എനിക്കതത്ര ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ചെയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എർഗണോമിക് കറങ്ങുന്ന കസേരകളുണ്ട്, അല്ലാതെ നോർമൽ ചെയേഴ്സും ഉണ്ട്. നമുക്ക് ഈ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളില്ലേ, കുട്ടികൾക്ക് വേണ്ടി സ്റ്റഡി ടേബിളും ചെയേഴ്സും ഈ ഒരു ഇവിടെ ഞാൻ കണ്ടു. അതിനും യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ ബെഡ്റൂം അല്ലേ കണ്ടത്, ഓഫീസ് റൂമിന് മുന്നേ തന്നെ നമ്മൾ ബെഡ്റൂം കണ്ടു. അപ്പോൾ ബെഡ്റൂം സെറ്റപ്പിൽ നമ്മുടെ ബെഡും മാട്രസൊക്കെ വേണ്ടേ, അപ്പോൾ അതിനുള്ള നെക്സ്റ്റ് ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി സാധനങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ സെറ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെൻ്റായിട്ട് സെറ്റപ്പ് ചെയ്യാം, ആ ഒരു ഐഡിയയിലും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആരോ കണ്ടോ, ഈ ഒരു ആരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴിയാണ് നിങ്ങൾ പോവേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആരോ കൊടുത്തേക്കുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇത് ചുറ്റിപ്പോവും, കാരണം ഇഷ്ടം പോലെ നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല, കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അപ്പം ഞങ്ങൾ ആ ഒരു വഴി നോക്കിയാണ് പോയത്. അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ വീണ്ടും കണ്ടത് ഈ ബെഡിൻ്റെ തന്നെ വെറൈറ്റി ഏരിയയിലാണ്. അപ്പം ഈ ഒരു വൈറ്റ് സാധനം കാണുന്നില്ലേ ഇതിന് ബെഡിൻ്റെ മണ്ടയ്ക്കും മാട്രസിൻ്റെ മണ്ടയ്ക്കും, അത് ആക്ച്വലി മാട്രസ് ഷീറ്റാണ്, മാട്രസിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആക്ച്വലി സെപ്പറേറ്റ് ആയിട്ട് നമുക്കവിടെ വാങ്ങാൻ കഴിയും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ബെഡിൻ്റെ തന്നെ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇഷ്ടം പോലെ വെറൈറ്റി ഒരു ഇതുണ്ട്. നമ്മൾ സെക്കൻഡ് സെറ്റായിട്ട് 2 ബെഡായിട്ട് സെറ്റ് ചെയ്യുന്നതും ഉണ്ട്. നമ്മുടെ ബെഡ്റൂമിൽ വേണ്ട ഒരു സാധനമാണ് ഡ്രസ്സിങ് ടേബിൾ അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഡ്രസ്സിങ് ടേബിളിൻ്റെ ടൈപ്സ്. അത് നമുക്ക് മിറർ വേണം അല്ലേ. മിറർ നമുക്ക് പല രീതിയിലുള്ളുണ്ട്, നമ്മൾ റൗണ്ടായിട്ടുള്ളത്, നീളമുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡ്രോയേഴ്സ് വെക്കാനുള്ള അത് സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. ലൈറ്റ് ഫിറ്റിംഗ് ഉള്ളതും ഉണ്ട്. പല സൈസിലെയും പല ഷേപ്പിലുള്ള ഡ്രോയേഴ്സായിരുന്നു ഞാനിവിടെ കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ബെഡ്റൂമിൽ ഇനി വേണ്ടിയത് അലമാരകളല്ലേ. അപ്പോൾ അലമാരകൾ ആക്ച്വലി പഴയത് മുതൽ ഒരു മോഡേൺ ടച്ചിൻ്റെ വരെയുള്ള രീതിയിലാണ് ഞാൻ കണ്ടത്. അതിൽ തന്നെ കണ്ണാടി ഉള്ളതുണ്ട്, കണ്ണാടി ഇല്ലാത്തത്, പിന്നെ സ്ലൈഡിങ് ഡോഴ്സ് ഉള്ള അലമാരകൾ ഞാൻ കണ്ടു. ചെറിയ നീളത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ, ചെറുത്, വലുത്, പിന്നെ വീതി കുറവ്, വീതി കൂടുതലുള്ളത്, അങ്ങനെ പല വെറൈറ്റീസ് ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കിഡ്സിൻ്റെ റൂംസ് അറേഞ്ച് ചെയ്യുന്നത് ആക്ച്വലി നല്ല കിഡിലായിട്ട് പല തീംസിലാണ് ഇവർ ഓരോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൂംസ് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്, ഓരോ ഐഡിയാസിന് വേണ്ടിയിട്ട്. ആക്ച്വലി പല കളർ സെക്ഷൻസും ഉണ്ടായിരുന്നു കേട്ടോ. പല കളർ കോമ്പിനേഷനോട് കൂടിയാണ് ഇവർ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട്, അത് ബെഡ് നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമല്ല, സ്റ്റഡി ടേബിൾ ഉൾപ്പെടെയുള്ളതാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള സെഷൻസും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പറഞ്ഞാൽ ബെഡ് കുട്ടികൾക്ക് മാത്രമായിട്ട്, ഇപ്പം ചെറിയ ബെഡുകൾ
എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ള അതിൻ്റെ സെറ്റുകൾ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വെറൈറ്റീസും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് കുട്ടികൾക്ക് തന്നെ ഈ കുഷ്യൻസ് അതും ഇവിടെ അവൈലബിൾ ആയിരുന്നു, പല കളറിലെ ടോയ്സ്, അവർക്ക് കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റുന്ന അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഓരോ കാർട്ടൂണിലുള്ള കുറേ ടോയ്സും ഇവിടെ അവൈലബിൾ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ടോയ്സിൻ്റെ സെഷൻ ആട്ടോ, ടോയ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി. എന്നിട്ട് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. ഞങ്ങൾ ഫുഡ് കോർട്ടിൻ്റെ അവിടെ തന്നെ അതിൻ്റെ ആ ഒരു സൈഡിലാണ് ഞങ്ങൾ വന്ന് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഇനി നെക്സ്റ്റ് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പോഴാണ് താഴെ വീണ്ടും ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സെഷനുണ്ട്. ആക്ച്വലി അത് നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ആക്സസറീസ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ആക്സസറീസ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻസ് ആയിരുന്നു. ഞങ്ങൾ ആക്ച്വലി വന്നത് നല്ല തിരക്കുള്ള ദിവസമാണ്. എന്ന് കഴിഞ്ഞാൽ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഫാമിലീസും ആൾക്കാരെല്ലാം സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം കണ്ടത് നമ്മുടെ കിച്ചണിൽ ആവശ്യമുള്ള ഏപ്രൻസ്, ഗ്ലൗസ്, പിന്നെ നമ്മൾ ടവൽസ് ഉണ്ടല്ലോ നമ്മുടെ കിച്ചണിൽ തന്നെ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ടൈപ്സ്, പിന്നെ നമുക്ക് സാധനങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സ്, ഗ്ലാസ്, സ്പൂൺസ് സെപ്പറേറ്റ്, പിന്നെ കുറേ പ്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോ സ്ഥലത്തായിട്ടാണ് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. നമുക്ക് വേണ്ടിയത് നോക്കി വാങ്ങാവുന്ന ഒരു ടൈപ്പിലാണ് അവരത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒത്തിരി സ്പേസ് സ്ഥലമുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. ഇത് നമ്മൾ കയറി ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്നൊരു ലൈറ്റിൻ്റെ സെക്ഷൻ കണ്ടത്. ഞാൻ ഓടിപ്പോയി വീഡിയോ ഓണാക്കി അതെടുക്കാനായിട്ട് ശ്രമിച്ചു. കാരണം പല വെറൈറ്റീസ് ഓഫ് നമ്മുടെ ലൈറ്റുകളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചെറുത് വാം ലൈറ്റ്സ്, ഡാർക്ക് ലൈറ്റ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലൈറ്റ് പല ചെറിയ സൈസിലും ഉണ്ട്, വലിയ സൈസിൽ നമ്മുടെ വലിയ റൂമിലൊക്കെ വെക്കാൻ, നമ്മുടെ ലിവിങ് റൂമിലൊക്കെ വെക്കാവുന്ന ടൈപ്പിലെ ലൈറ്റ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റീസ് ഞാൻ പിന്നെ മൊത്തത്തിൽ നിന്ന് കാണാൻ തുടങ്ങി. കാരണം എനിക്ക് പല ടൈപ്പിൽ ഉള്ളത് ഇവിടെ അവൈലബിൾ ആയിരുന്നു. ലൈറ്റിൻ്റെ കുറേ വെറൈറ്റീസ് ഞങ്ങൾ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ കണ്ടത് ആക്ച്വലി ഇനി ഹോം ഡെക്കർ എന്ന് പറഞ്ഞൊരു വലിയ സ്ഥലമായിരുന്നു ഞങ്ങൾ കണ്ടത്. അവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പ്ലാന്റ്സ് ഡെക്കറേഷൻ എന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഇത് ഒറിജിനൽ പ്ലാന്റ്സും ഉണ്ട്. ഇതിപ്പം കാണുന്നത് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്. അതൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റ് ചെയ്ത് പല വെറൈറ്റി പല കളറിലുള്ളതുകൊണ്ട്. പിന്നെ കുറേ ഫ്രെയിംസ്, നമ്മൾക്ക് പടമൊക്കെയുള്ള ഫ്രെയിംസ്, പല ടൈപ്പിൽ പല പിക്ചേഴ്സ് ഉള്ളതുണ്ടായിരുന്നു. പിന്നെ ഒറിജിനൽ പ്ലാന്റ്സും ഇവിടെ ഇവർ വിൽക്കുന്നുണ്ട്, വിത്ത് ചട്ടി ഉൾപ്പെടെയാണ്, ചട്ടിയും മണ്ണും എല്ലാം ഉണ്ട്, എല്ലാം ഉൾപ്പെടെയാണ് ഇവരിവിടെ കൊടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും പോയപ്പോഴത്തേക്ക് ഇനി അടുത്ത് വരുന്നത് ഔട്ട്ഡോർ ഫർണിച്ചർ എന്ന് പറഞ്ഞൊരു സെഷനിലാണ്. എന്ന് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കിയപ്പോഴത്തേക്ക് വലിയ റാക്കുകളൊക്കെയുള്ള ഒരു സ്ഥലം. എന്ന് പറഞ്ഞാൽ ഒരു ഗോഡൗൺ ഉണ്ടല്ലോ, ഗോഡൗൺ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അവിടുന്ന് നമുക്ക് നോക്കി നമുക്ക് സാധനങ്ങൾ പിക്ക് ചെയ്ത് നമുക്കത് വാങ്ങാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. ആക്ച്വലി നമ്മുടെ മെറിൻ ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്ന് ഒരു ക്ഷീണിച്ചൊരു പരുവായതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയും ബില്ലിങ് തപ്പിപ്പിടിക്കാനായിട്ട് വന്നതാണ്. പക്ഷെ ഞങ്ങൾ ചെന്ന് പെട്ടത് ഇൻഫർമേഷൻ സെൻറ്ററിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ബില്ലിങ് കണ്ടുപിടിക്കാനായിട്ട് നേരെ നടന്നപ്പോഴത്തേക്ക് അവിടെ കണ്ടത് ഇഷ്ടംപോലെ ബില്ലിംഗ് സെക്ഷൻ ഉണ്ട്, പക്ഷേ നിറച്ചു ആൾക്കാരാണ്. പിന്നെ വീണ്ടും ക്യൂവിൽ കയറി നിന്ന് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഐക്യയുടെ യാത്ര അവസാനിക്കുന്നു. അങ്ങനെ നമ്മൾ ഐക്യയിൽ കുറേ നടന്ന് ഇവിടുത്തെ കുറേ ഹോം ഡെക്കേഴ്സിൽ കുറേ ആക്സസറീസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കസേരകൾ, സോഫകൾ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മുടെ വീട്ടിൽ വേണ്ടിയതെല്ലാം നമ്മൾ കണ്ടു. അപ്പം ഇതിൻ്റെ ശരിക്കും സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ കാണേണ്ട ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ മെയ്ഡല്ല, ഇത് സ്വീഡിഷ് മെയ്ഡാണ്. നമ്മൾ ഫുഡ് വരെ കഴിച്ചത് സ്വീഡിഷ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അപ്പോൾ അതെല്ലാം ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾ ബാംഗ്ലൂരിലുള്ളവർ ബാംഗ്ലൂരിലൂടെ തീർച്ചയായിട്ടും വന്ന് കാണണം ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഹൈദരാബാദുള്ളവർ ഹൈദരാബാദിലും പോകണം. ഇത് 2 സ്ഥലങ്ങളിലെ നമ്മുടെ ഇന്ത്യയിലുള്ളൂ. അപ്പം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാനും മരണം ഇവിടുന്ന് പോവാണ്. അപ്പം എന്തെങ്കിലും ഈ ഒരു ഐക്യയുടെ വരുന്നതിനെ പറ്റി ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.
അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എത്തുന്ന നമ്പർ 8 ബൈ.